തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റ് ആവാൻ ആളില്ല എന്നൊരു കരക്കമ്പി നമ്മുടെ പ്രമുഖ ചാനലുകൾ തന്നെ അടിച്ചുവിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. തിരുവനന്തപുരത്ത് DCCയെ നയിക്കാൻ താല്പര്യമുള്ള നേതാക്കളൊന്നും ഇല്ലത്രേ. ഇപ്പോൾ KPCC നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് ശിവകുമാറിനെയാണ്. ശിവകുമാറിനാണെങ്കിൽ ലെവലേശം താല്പര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരത്തിൽ നേതൃദാരിദ്ര്യമുള്ള ഒരു ജില്ലയൊന്നുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ നയിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള പഴയ നിര നേതാക്കന്മാരുമുണ്ട്, പുതുനിര നേതാക്കന്മാരുമുണ്ട്. ഇതുവരെ DCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടില്ലാത്ത ആളുകളും ധാരാളമായി തന്നെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ ഉള്ളപ്പോൾ ബോധപൂർവം തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ നയിക്കാൻ ആളുകളൊന്നുമില്ല എന്നുള്ള ഒരു പ്രചരണം നടത്തുന്നത് ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ആ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ജാതിയും മതവും ഒന്നും നോക്കാതെ തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റിനെ നിയോഗിക്കുകയാണെങ്കിൽ അതിന് പ്രഥമഗണനീയമായി പരിഗണിക്കാൻ ശരത്ചന്ദ്ര പ്രസാദുണ്ട്. ശരത്ചന്ദ്ര പ്രസാദ് ഒരു മികച്ച സംഘാടകനൊക്കെ ആയിരുന്നയാളാണ്. പക്ഷേ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ ഇപ്പോഴത്തെ നിൽപ്പ് ഈ പറയുന്ന നേതൃതലത്തിലുള്ള ആളുകൾക്കൊന്നും അത്ര പിടിക്കാത്ത മട്ടിലാണ്. അതുകൊണ്ട് തന്നെ ശരത്ചന്ദ്ര പ്രസാദിനെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ശരത്ചന്ദ്ര പ്രസാദിനെ പോലെയുള്ള ഒരാൾ വന്നാൽ പാർട്ടിയുടെ സംഘാടനം മികച്ച രീതിയിൽ നടക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പിന്നീട് മറ്റൊരാൾ തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത് മണക്കാട് സുരേഷാണ്. KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്നയാളാണ്. നേതൃതലത്തിലുള്ള ആളുകളുമായൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ, തിരുവനന്തപുരം നഗരസഭ പരിധിയിൽ ജീവിക്കുന്ന ഒരാൾ. തിരുവനന്തപുരം നഗരസഭ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാമലയായി നിൽക്കുമ്പോൾ, BJPക്കും പിന്നിൽ 3-ാം സ്ഥാനത്തായി നിൽക്കുമ്പോൾ ഈ നഗരസഭാ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ഒരാളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ സജീവമായി നടക്കുന്നുണ്ട്. മണക്കാട് സുരേഷും മോശമല്ലാത്ത ഒരു ചോയ്സാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയെ നയിക്കാൻ. കാരണം അദ്ദേഹവും ഒരു നല്ല സംഘാടകനാണ്. ഇപ്പോൾ മണക്കാട് സുരേഷ് എന്നുള്ള പേര് പറയുമ്പോൾ ആ മണക്കാട് സുരേഷിനെയൊക്കെ കൊണ്ട് തിരുവനന്തപുരം DCCയെ നയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സംഘാടനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ വേണ്ടത്. അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിൽ സാധിക്കുന്ന രണ്ടാളുകളുടെ പേരുകളാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന് ശരത്ചന്ദ്ര പ്രസാദ്, മറ്റൊന്ന് മണക്കാട് സുരേഷ്. പക്ഷേ ഈ DCC പ്രസിഡന്റുമാരെയൊക്കെ സംസ്ഥാനത്ത് മാറ്റുമ്പോൾ ജാതി, മതം അത്തരത്തിലുള്ള പരിഗണനകൾ വളരെ സജീവമായി വരും. നേതാക്കന്മാരെ കൂടെ നിൽക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ടതായി വരും. അത് പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾക്കൊക്കെ എത്രമാത്രം ഇടം കിട്ടുമെന്നുള്ളതാണ് സംശയം ഉണ്ടാക്കുന്ന കാര്യം. പുതിയ തലമുറയിലെ നേതാക്കന്മാരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ ഭാരവാഹിയായിരുന്ന JS അഖിലിൻ്റെയൊക്കെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ അപ്പുറത്ത് പാർട്ടിയെ കഴിഞ്ഞ കുറേ നാളുകളായി അതിൻ്റെ നേതൃതലത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ നയിക്കണം എന്നതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ഒരു തലമുറ മാറ്റം അല്ലെങ്കിൽ ഒരു പുതിയൊരാളിനെ അവിടെ കൊണ്ട് വയ്ക്കുക എന്നുള്ളതല്ല. പാലോട് രവിയെ പോലെയുള്ള ഒരാൾ തിരുവനന്തപുരം DCCയുടെ അധ്യക്ഷനായി വന്നപ്പോൾ പ്രതീക്ഷിച്ചത് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളും, തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏറ്റവും ക്രൂഷ്യലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭയിൽ 14 സീറ്റുകൾ ഉള്ളതിൽ ഒരു പകുതിയെങ്കിലും നേടാനായില്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്താമെന്നുള്ള കോൺഗ്രസിൻ്റെ സ്വപ്നം മാറ്റിവെക്കേണ്ടി വരും. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യവുമാണ്. തെക്കൻ ജില്ലകളിലും ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് മുന്നണിക്കായാലും കേരളത്തിൽ അധികാരത്തിലെത്താൻ സാധിക്കൂ. അതിന് ആക്കം കൂട്ടേണ്ട ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കരുത്തുള്ള ഒരു DCC പ്രസിഡന്റ് ഉണ്ടാകേണ്ടതുണ്ട്. കരുത്ത് എന്ന് പറഞ്ഞാൽ ഈ കേരളം മൊത്തം അറിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലല്ല. തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തിരുവനന്തപുരത്തിൻ്റെ പാർട്ടിയുടെ അടിസ്ഥാന തലങ്ങളെക്കുറിച്ച് ധാരണയുള്ളയാൾ, അങ്ങനെ ഒരാൾ കോൺഗ്രസിനെ നയിക്കാൻ തിരുവനന്തപുരത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തരത്തിൽ പരിഗണിക്കാവുന്ന 2 പേരുകളാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന് ശരത്ചന്ദ്ര പ്രസാദ്, മറ്റൊന്ന് മണക്കാട് സുരേഷ്. പുതിയ KPCC നേതൃത്വത്തെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമൂഹ മാധ്യമ ചർച്ചകളിലൊക്കെ സംഘടിതമായി ആക്രമിക്കപ്പെടുന്ന ഒരു നേതാവ് KC വേണുഗോപാലാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗം അണികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുമൊക്കെ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റായി നിയോഗിച്ചത്
കെ.സി. വേണുഗോപാൽ ചെയ്ത എന്തോ കൊടും പാതകമാണ് എന്നുള്ള മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത്. അത് കേരളത്തിൽ ഈ അണികൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ചാൽ അതിനൊക്കെ ഉത്തരവാദി കെ.സി. വേണുഗോപാലാണ് എന്ന തരത്തിൽ വലിയ സമൂഹ മാധ്യമ അധിക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും പവർഫുള്ളായ രാഷ്ട്രീയ നേതാവും കെ.സി. വേണുഗോപാൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയുടെ കാര്യത്തിലും കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ജനപ്രീതിയുടെ കാര്യത്തിലും പാർട്ടിക്കുള്ളിലെ കരുത്തിൻ്റെ കാര്യത്തിലും കെ.സി. വേണുഗോപാൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 നേതാവായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലുള്ള കരുതിക്കൂട്ടിയുള്ള സമൂഹ മാധ്യമ ആക്രമണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. അതിപ്പോൾ സണ്ണി ജോസഫിനെ നിയമിച്ച കാര്യത്തിലും കെ.സി. വേണുഗോപാൽ ആ പാപഭാരം ചുമക്കേണ്ടി വരുന്നു എന്ന് ചുരുക്കം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ.സി. വേണുഗോപാൽ പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്നവരാണ് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും എന്ന് നമുക്ക് വിശ്വസിക്കുക തരമില്ലല്ലോ. കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്, അവരിൽ നിന്ന് റിപ്പോർട്ടുകൾ തേടുന്നുണ്ട്, ഇവിടുത്തെ നേതാക്കന്മാരിൽ നിന്നൊക്കെ റിപ്പോർട്ടുകൾ തേടുന്നുണ്ട്, അവരുമായി അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട്, അതിനുശേഷം എടുക്കുന്ന തീരുമാനം. ഇപ്പോൾ ആൻ്റണിയുടെ പേര് സണ്ണി ജോസഫിനെ നിയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മുഴങ്ങിക്കേട്ടപ്പോഴും ആൻ്റണി കെ.സി. വേണുഗോപാലിൻ്റെ നോമിനി എന്നുള്ള പ്രചരണമായിരുന്നു. ഇപ്പോൾ സണ്ണി ജോസഫിനെ നിയോഗിച്ചപ്പോഴും സണ്ണി ജോസഫ് കെ.സി. വേണുഗോപാലിൻ്റെ നോമിനി എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാകുന്നു. എന്നാൽ ഇത്തരത്തിൽ കോൺഗ്രസ്സിന് അണികൾക്ക് ദഹിക്കാത്ത തരത്തിലുള്ള തീരുമാനമുണ്ടാകുമ്പോൾ അതിൻ്റെ പാപഭാരം മുഴുവൻ കെ.സി. വേണുഗോപാലിൻ്റെ തലയിൽ കൊണ്ടുചെന്നിടുകയും എന്നാൽ കോൺഗ്രസ്സിന് കുഴപ്പമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കെ.സി. വേണുഗോപാലിന് കൊടുക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശീലവും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കെ. സുധാകരനെ 3 വർഷം മുമ്പ് KPCCയുടെ അധ്യക്ഷനായി നിയോഗിച്ചപ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ് അണികൾ മുഴുവൻ കൈയടിച്ച തീരുമാനമായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് പക്ഷേ കെ.സി. വേണുഗോപാലിന് കൊടുത്തില്ല. അതെന്തോ രാഹുൽ ഗാന്ധി നേരിട്ടെടുത്ത തീരുമാനം. അപ്പോൾ ഹിതകരമല്ലാത്ത അണികൾക്ക് അത്രയൊന്നും ദഹിക്കാത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കെ.സി. വേണുഗോപാൽ ഉണ്ടാക്കുന്നത്. അതായത് കെ.സി. വേണുഗോപാലിനെതിരെ കേരളത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള നീക്കം കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അദ്ദേഹം ദേശീയ തലത്തിൽ ബലമുള്ള നേതാവായി നിൽക്കുമ്പോഴും കേരളത്തിൽ അണികൾക്കിടയിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇമേജിന് കോട്ടം തട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അത് വ്യക്തമാണ്. ഈ സമൂഹ മാധ്യമ പോസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ കടന്നാക്രമണം ഉള്ളതായി നമുക്ക് കാണാം. അവരൊക്കെ ആരാധിക്കുന്നത് ഏത് നേതാക്കന്മാരെയാണ് എന്നുള്ളത് കൂടി അവരുടെയൊക്കെ പേജുകളിൽ പോയി പരിശോധിച്ചാൽ വ്യക്തവുമാണ്.